നമ്മളപ്പോൾ പിന്നെയും തുടങ്ങുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എക്സ്പെൻസിനെ കുറിച്ചിട്ട്, പിന്നെ TRCനെ കുറിച്ചിട്ട്, പിന്നെ പൊതുവെയുള്ള കുറച്ചുകൂടെ കൾച്ചറും അതേപോലെ യൂണിവേഴ്സിറ്റിയിലെയും കുറച്ച് പരിപാടികളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമുണ്ടോ സാർ? ഇല്ല, ഇതെല്ലാം കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്നാൽ എക്സ്പെൻസിൽ നിന്നും തുടങ്ങാം. കാരണം മുന്നിപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഇവിടെ വരുന്ന കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടോ. ഇനി പറയൂ, എക്സ്പെൻസിനെ കുറിച്ച് തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ മാസം? 5 മാസമല്ലായിട്ട്? എന്റെ എക്സ്പെൻസ് ഇവിടെ ഞാൻ വരുന്നതിന് മുന്നേ എക്സ്പെൻസിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമുക്ക് വിസ കിട്ടാൻ വേണ്ടി പോളിഷ് എംബസിയുടെ ഒരു ഇന്റർവ്യൂ പാസ്സാവണം. സോ അപ്പൊ അതിനകത്ത് ബ്രീഫായിട്ട് പോളിഷ് ഹിസ്റ്ററി, പോളിഷ് കൾച്ചർ, ക്വിസീൻ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള കുറച്ച് ജിയോഗ്രഫിക്കൽ കാര്യങ്ങളും എക്സ്പെൻസും. സോ എനിക്ക് ട്രെയിനിങ് കിട്ടിയ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത അക്കാഡമി ത്രൂ തന്നെ എനിക്കൊരു ട്രെയിനിങ് തരുമായിരുന്നു എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട്. അവർ ചോദിച്ച പോളിഷ് ആ സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇറ്റ് കോസ്റ്റ് ഫോർ എ പാക്കറ്റ് ഓഫ് ബ്രെഡ് ആൻഡ് മിൽക്ക്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കണം ഇത്ര എക്സ്പെൻസ് എന്നുള്ള. ആ സമയത്ത് ഞാൻ സ്റ്റഡി നടത്തിയപ്പോൾ 1500 to 1700 ഇൻക്ലൂഡിങ് ഡോർമെറ്ററി ഫ്രീ അത്രയും സ്ലോട്ടിയിൽ തീരുന്നത്. പക്ഷെ അത് സത്യമാണ്. 1500 to 1000 ഇനിഷ്യലി ഇറ്റ്സ് ഓക്കെ. കാരണം ഇനിഷ്യലി ഞാൻ കൊണ്ടുവന്ന കുറച്ച് ഗ്രോസറീസ്, ടോയ്ലറ്ററീസ് ഒക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് അതിനൊന്നും എക്സ്പെൻസ് പോയില്ല. പിന്നെ ഡോമിൽ ഓൾറെഡി കുറച്ച് യൂട്ടൻസിൽസ് ഉണ്ട്, പിന്നെ ബെഡായാലും പിന്നെ അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ചിലവാക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനിഷ്യലി 1500 to 1700 പോവും, ഇൻക്ലൂഡിങ് ഫീ ആൻഡ് നമ്മുടെ റീചാർജ്, ടിക്കറ്റും ഗ്രോസറീസ് ഒക്കെ കൂടെ. സോ ബേസിക് സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. പിന്നെ നമ്മൾ 2-3 months കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കൂടും. കാരണം ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിൻ്റർ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലൈഫ് സ്റ്റൈലിലും ക്ലോത്തിങ്ങും അങ്ങനത്തെ കുറച്ച് ഇപ്പോൾ ജാക്കറ്റ് ആയാലും വിൻ്റർ ബൂട്ട്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പം അത് വലിയൊരു എക്സ്പെൻസ് അല്ല, പക്ഷെ കുറേശ്ശെ എക്സ്പെൻസ് മാറി തുടങ്ങും. എന്നാലും എനിക്ക് തോന്നുന്നു ബേസിക് ഒരു 1500 സ്ലോട്ടിലൊക്കെ പോകാൻ പറ്റും. എത്ര വേണോ പോവാം, എത്ര വേണോ പോവാം. എനിക്കറിയുന്ന ക്ലാസ്മേറ്റ്, എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ അതായത് ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 3000 സ്ലോട്ടിക്ക് വരെ. അതെ, ഗോൾഡ് അടിച്ചൊരു ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. സോറി, 1000 ഞാൻ എവിടെയായിരുന്നു 3000 മാത്രം അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. സോ എത്ര വേണം നമുക്ക് ലക്ഷറി ആവാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ബേസിക് എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് പോകാൻ 1500 സ്ലോട്ട് ആസ് എ സ്റ്റുഡന്റ്. എനിക്കിതൊരു 2000 ചില്ലറ. എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. കയ്യിൽ നിന്ന് മരുന്നൊക്കെ തീരാറുണ്ട് മാസം അവസാനം. എന്റെ ഒരു അവസ്ഥ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മാസത്തൊക്കെ അതിന് പോകാൻ പറ്റും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഈ കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ച് വീക്കെൻഡൊക്കെ ആഘോഷമാക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. ഈ 1500 നിൽക്കില്ല. എനിക്ക് പിന്നെ അങ്ങനത്തെ ശീലമില്ലാത്ത. ഇനി അടുത്ത നമ്മൾ ചോദ്യത്തിലേക്ക് പോകണം. എക്സ്പെൻസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇത് കൂടാൻ സാധ്യതയുണ്ടോ? പിന്നെ എനിക്ക് ഇതിൽ നിന്നും കുറച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കൂടുതൽ ജീവിക്കുന്ന ആൾക്കാർ ഇതിന് കൂടാൻ ചാൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പം 1500 എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടൈറ്റ് ആണ്, ഭയങ്കര മിനിമം ആയിട്ട് തോന്നും. കാരണം ആദ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുമല്ലോ സർവൈവ് ചെയ്യാൻ. പിന്നെ നമ്മളെല്ലാം ചിലപ്പോൾ സ്ക്രാച്ച് തൊട്ട് മേടിക്കേണ്ടി വരും. അപ്പം നമുക്ക് എക്സ്പെൻസ് കൂടും. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ചീത്താകുമ്പോൾ നമുക്ക് വീണ്ടും മേടിക്കാം. അപ്പം ഒരു കറക്റ്റായിട്ട് ഒരു സ്ക്രാച്ചിങ് തുടങ്ങുന്ന ഒരു ലൈഫായിട്ട് തുടങ്ങുമ്പോൾ എക്സ്പെൻസ് കൂടും. പിന്നെ നീ എന്താ ചോദിച്ചത്? എക്സ്പെൻസ് സ്റ്റുഡൻറ്റിന് ഇത്ര എക്സ്പെൻസേ വരുന്നുള്ളൂ. ബേസിക്കലി മിനിമം 1700 എന്ന് വെച്ചു. 1700 സ്ലോട്ടി കൂടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെയല്ലടാ, ഇത് പറയല്ലേ, നമുക്ക് എത്ര ചെലവാക്കുന്നോ അതിനനുസരിച്ചുള്ള ഒരു വരവ് വരട്ടെ. അതേപോലെ പോസിറ്റീവ് രീതിയിൽ വേണ്ടെങ്കിൽ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതായിട്ട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്
ഇവിടുത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൾച്ചർ പരിപാടികളൊക്കെ നമ്മൾ പറയില്ലേ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ആകെ മൊത്തത്തിൽ? കൾച്ചർ ഇപ്പം കൾച്ചർ ആക്ടിവിറ്റി ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ പ്രതീക്ഷിച്ചു. കാരണം അവരുടെ വെബ്സൈറ്റിൽ ഒത്തിരി സ്റ്റുഡൻറ് ക്ലബ്, സ്റ്റുഡൻറ് ആക്ടിവിറ്റീസ്, സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് യുക്രൈനിയൻസിന് വേണ്ടി സെപ്പറേറ്റ് ക്ലബ് ആക്ടിവിറ്റീസ്, സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട് മെൻഷൻഡ് ഇൻ ദ വെബ്സൈറ്റ്. സോ ഞാൻ അത് എക്സ്പെക്ട് ചെയ്ത് വന്നു. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഞാൻ അതൊന്നും കണ്ടില്ല. ആക്റ്റീവ്ലി ഒരു അനൗൺസ്മെൻറ്റോ ഒരു മെയിലോ നമുക്ക് കിട്ടില്ല. പക്ഷേ സ്പ്രിങ് തുടങ്ങിയപ്പോൾ, വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങിയപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ആക്ടിവിറ്റീസായിട്ട് അവർ അറിയിക്കുന്നുണ്ട്. ക്ലബ്ബ്, ബുക്ക് ക്ലബ്, പിന്നെ അല്ലാണ്ട് ഹൈക്കിംഗ് ക്ലബ്സ് ഉണ്ട്, ബുക്ക് ക്ലബ്സ് ഉണ്ട്, സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്. പക്ഷേ അതിൽ നമുക്ക് എത്രത്തോളം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഫ്രീ ടൈം. ചിലപ്പോൾ നമുക്ക് ലെക്ചർ ഉള്ള സമയത്തായിരിക്കും അവർ ആക്ടിവിറ്റീസ് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റും കൂടെ ഉണ്ടെങ്കിൽ അത് പാടായിരിക്കും. പക്ഷേ അങ്ങനത്തെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഫുൾ മിക്സ് ആണ്. ഐ മീൻ ഇപ്പോൾ 2 ഇന്ത്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ലൈക്ക് ഫ്രം മെക്സിക്കോ, ഈജിപ്റ്റ്, വിയറ്റ്നാം, ചൈന, ഇറ്റലി, ഫ്രാൻസ്, എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ കൾച്ചറൽ ഡിഫറൻസ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് കുറേ കാര്യം മനസ്സിലായത്. ലൈക്ക് സ്ലാവിക് ഏരിയ എന്ന് പറയുമ്പോൾ കുറേ കൺട്രീസ് ഷെയർ സിമിലർ കൾച്ചർ, സിമിലർ ലാംഗ്വേജ്. അതെ, പിന്നെ ബാൾട്ടിക് സീ ആ ഒരു ഏരിയ എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഈ കോൺഫ്ലിക്ട്സും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഓരോരോ കൺട്രി എന്നുള്ള ആൾക്കാർ പിള്ളേർ സംസാരിക്കുമ്പോഴാണ് ഓക്കെ നമുക്ക് അറിയിട്ടില്ലാത്ത കേട്ടില്ലാത്ത ഹിസ്റ്ററി, കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. നമ്മളൊക്കെ യൂറോപ്പിൽ ഫുൾ ഒരേ രീതി പാറ്റേൺ ആണ്. പക്ഷെ അല്ല, റീജിയൻ അനുസരിച്ച് മാറും. അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. നിനക്ക് നേരത്തെ എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്ന. സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഇപ്പൊ ഇവിടെ 5 മാസമായിട്ടുള്ളൂ, ഇനി അടുത്ത വർഷം എന്ത് തേങ്ങയാണെന്ന് എനിക്ക് തോന്നും. ഓഫ് കോഴ്സ്. അതുപോലെ ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ അവരില്ല ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ സൗത്ത് നോർത്ത് എന്നുള്ള ഡിഫറൻസ് നമുക്ക് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ള അറിയാം. അപ്പം ഞാൻ ഹിന്ദി അറിയാത്ത ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരാളത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യു പീപ്പിൾ ആർ ഫ്രം സെയിം കൺട്രി, വൈ ആർ യു ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, വൈ കാണ്ട് യു ടോക്ക് ഇൻ യുവർ ലാംഗ്വേജ്? അതൊരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഓക്കെ, ഞാൻ ഹിന്ദി സംസാരിക്കില്ല, ഞാൻ സൗത്തിൽ കുറേ വെറൈറ്റി ലാംഗ്വേജ് ഉണ്ട്, ബട്ട് ഇന്ത്യക്ക് ഒരു സിംഗിൾ ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിയലി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ, കുറേ ചോദ്യം. പക്ഷെ അവർക്ക് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഈ ട്രഡീഷൻസും ഫുഡും ഒക്കെ ഭയങ്കര ഇതാണ്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പെയിൽ ആൻഡ് പ്ലെയിൻ ആണ്. വലിയൊരു നമ്മൾ എരിയും പുളിയും ഒക്കെ കഴിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ച് പാടാം അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ കാമാണ്. മേ ബി ക്രൗഡ് ഇല്ലാത്തത് എന്താണ്, മൈഗ്രേഷനും പോപ്പുലേഷനും കുറവായത് കൊണ്ടോണെന്ന് അറിഞ്ഞൂടാ. ഇന്ത്യയെ പോലത്തെ ഒരു പോപ്പുലേഷൻ കൺട്രിയിൽ നിന്ന് വന്നുള്ള ഡിഫറൻസ്. പക്ഷേ ക്വയറ്റ് സിറ്റിയാണ്, കളർഫുൾ വൈബ്രന്റ് സിറ്റിയാണ്. അതെ, അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഇപ്പം ഇത്രയും ആൾക്കാരായിട്ട് ഇടപെടുന്ന ഏഷ്യൻ കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ ഭയങ്കര മിമിക് ആൻഡ് എക്സ്പ്രസീവാണ്. ഇപ്പം ഞാൻ നീയൊക്കെ സംസാരിക്കും പോലെ ബ്ലാ 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 ബ്ലാ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിയറ്റ്നാം, ചൈന, അല്ലെങ്കിൽ ടർക്കി അങ്ങനത്തെ ആൾക്കാർത്തൊക്കെ സംസാരിക്കുമ്പോൾ എക്സാക്ട്ലി യൂറോപ്പിൽ നിന്നല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അവർ മിമിക് ചെയ്യും. ഇവിടെയുള്ള ആൾക്കാർ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ദിസ്, യെസ്, നോ, ഓക്കെ. പക്ഷെ ഏഷ്യനിൽ നിന്നുള്ള ആൾക്കാർ ഭയങ്കര മിമിക്കാണ്. അവർ ഭയങ്കര ഒത്തിരി ഇങ്ങനെ ഓക്കെ ഓക്കെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും. പിന്നെ പിന്നെ ഇവിടെ March 8 എല്ലാ വിമൻസിന് ലൈക്ക് ഫ്ലവർ കൊടുക്കുന്നത്. അത് എനിക്ക് അത് ഞാൻ എൻ്റെ പ്രൊഫസറാ പറഞ്ഞത്, അത് പോളിഷ് കൾച്ചറാണ്. അതെനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് അറിയാന്നുള്ളൂ. ആ ഒരു കൾച്ചർ ഡിഫറൻസ് ഒക്കെ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കൾച്ചറിൽ നിന്നും ഇവിടുത്തെ ഒരു സേഫ്റ്റിനെ കുറിച്ച് നോക്കാം. സേഫ്റ്റി എങ്ങനെയുണ്ട്? സേഫ്റ്റി സാറിന് ഒന്ന് വളയ്ക്കാൻ നോക്കി ടീമുള്ളതൊന്നും പറയണ്ട, അതല്ലാണ്ട് ഇവിടെ വന്ന ഒരു ചീത്ത എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇതുവരെ ഇല്ല ചീത്ത എക്സ്പീരിയൻസ്. എടാ, ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഇവിടെ പറയാം. അത് ഭയങ്കര ഹാർഷ് ആക്കണ്ട, അതിന്റെ ഒരു മൈൽഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് മാത്രം പറഞ്ഞു. അത് ഹാർഷായി പോയില്ല, പക്ഷെ അത് ഒരു പോളിഷ് ആളുടെ കയ്യിൽ നിന്നോ അല്ല, ബട്ട് ഇറ്റ്സ് എ ഫോറിനറിന്റെ കയ്യിൽ നിന്നാണ് എനിക്കൊരു അങ്ങനെ ഇത് ഉണ്ടായത്. അങ്ങനെയൊന്നും അല്ല, ബട്ട് കൈൻഡ് ഓഫ് ഒരു ഞാൻ വന്ന സമയത്തായിരുന്നു അത്. പക്ഷെ അത് കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തു. പിന്നെ അതായിട്ട് ഈ പിടിച്ചുപറി, പിക്ക് പോക്കറ്റിങ്, അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ ഈ ഡ്രങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ബിക്കോസ് ദേ ബിഹേവ് ലൈക്ക് സോംബി. ഹോംലെസ് ആൾക്കാരിൽ നിന്നൊന്നും കിട്ടിയില്ല, ബട്ട് ഡ്രങ്ക് ചെയ്ത ആൾക്കാർ ലൈക്ക് സ്റ്റെയർ ആൻഡ് ദേ മേക്ക് ലൈക്ക് കൈൻഡ് ഓഫ് ആക്ഷൻസ് ആൻഡ് സൗണ്ട്. ആ സമയത്ത് കുറച്ചൊരു പാനിക്കാവും ഒറ്റയ്ക്കാണെങ്കിൽ ട്രാവൽ. അത്രേ ഉള്ളൂ. പക്ഷെ
ആ സാധനങ്ങളൊന്നും ഇല്ല. ലക്കല്ലേ, ഭാഗ്യല്ലേ? ഭാഗ്യമാണ്. പിന്നെ പിക് പോക്കറ്റിംഗ് ഇവിടെ കുറവാന്ന് കേട്ടു പൊതുവെ. Comparatively കമ്പാരിറ്റീവ്ലി UK, ജർമ്മനി ഒക്കെ അതെ വാട്സാപ്പിനെക്കാട്ടിലും കുറവായി ഇവൻ. അതെ, അല്ലെങ്കിൽ ഈ ഫോണിൽ പോണത് പോകേണ്ടതാണ്. ഞാൻ റീല് കാണും പോലെ പോകുന്ന വഴിക്ക് ആ ഫോണും ട്രൈപോഡും എടുത്തോണ്ടോ. ഇത്ര നേരം വെച്ചെടുത്തിട്ട് ഫോൺ പോയിട്ടില്ല. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നു, ആരെങ്കിലും വന്നാൽ ഞാൻ ഓടാൻ റെഡി ആയിട്ടാണ് ആ ഒരു ഇരിപ്പിരിക്കണേ. അതെ, സേഫ്റ്റി ബിക്കോസ് വൺ ഓഫ് ദി അല്ല ആക്ച്വലി യൂറോപ്പിലെ സേഫസ്റ്റ് കൺട്രിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 5-നകത്ത് പോളണ്ട് ഉണ്ട്. യെസ്, യു ക്യാൻ ചെക്ക് ദാറ്റ്. എന്റെ ഇന്റർവ്യൂല് ഉണ്ടായിരുന്നതിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ വൈ പോളണ്ട് എന്നുള്ള എന്റെ ഒരു ആൻസർ അതായിരുന്നു. One of the safest country, Poland. Safe ആണത്. നിനക്ക് അതേപോലെ VFSൽ സബ്മിഷൻ അപ്പോയിന്റ്മെന്റ് കിട്ടുകയായിരുന്നു അതോ മറ്റേ തേർഡ് പാർട്ടി? അല്ല, എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. ഡ്രോ അല്ല, അപ്പോയിന്റ്മെന്റ് കിട്ടുമായിരുന്നു. ഡ്രോ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അതല്ല നമ്മുടെ അടുത്ത ടോപ്പിക്. നമ്മുടെ അടുത്ത ടോപ്പിക്കിന് TRCനെ കുറിച്ചിട്ട് ആർഭാടാക്കണ്ട ഒരു മൈൽഡ് വെർഷൻ പറഞ്ഞു. TRC ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. എന്റെ ക്ലാസ്സിൽ എന്റെ അഭിപ്രായത്തിൽ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ ഏജൻസി വഴി ചെയ്യുന്നതാണോ നല്ലത്? എക്സ്പെൻസ് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ കാര്യപ്പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഏജൻസി, ലോയറിനൊക്കെ അപ്രോച്ച് ചെയ്യാം. ബട്ട് ഫോർ വർക്ക് TRC ലോയറിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ ഒത്തിരി വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് സ്റ്റുഡൻസിന് ഒത്തിരി പേര്, ഈവൻ ഇൻക്ലൂഡിങ് മലയാളീസ്, ഇന്ത്യൻസ്, നോൺ ഇന്ത്യൻസ്, എങ്ങനത്തെ ആൾക്കാരായാലും തനിയെ ചെയ്ത് TRC കിട്ടിയ ആൾക്കാരുണ്ട്. സോ ഞാൻ തനിയാണ് ഇപ്പം ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നത്. എൻ്റെത് സ്റ്റാർട്ടാക്കിയതേ ഉള്ളൂ പ്രോസസ്സ്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ സെൽഫായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ഉണ്ടോ? ഒന്ന് യൂണിവേഴ്സിറ്റി, ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് തന്നെ ഹെൽപ്പ് ഉണ്ട്. ദേ വിൽ ഷെയർ യു ഒരു ഇൻസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് ദ പിക്ചർ. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ആൻഡ് നമുക്ക് ആ മെയിലിലോട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ആളോട് ഞാൻ ചോദിച്ചു ഷുഡ് ഐ ഹയർ എ ലോയർ, കാരണം അങ്ങനെ ചെയ്താലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ നോ, യു ക്യാൻ ഡു യുവർ സെൽഫ്, ഇറ്റ്സ് ഈസി ഫോർ സ്റ്റുഡൻസ്, ഇറ്റ്സ് ഈസി. ബിക്കോസ് എനിവേ എനിക്ക് മാസ്റ്റേഴ്സ് 2 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് വർക്ക് ആയിട്ടുള്ള പേര് TRC അല്ല. സോ സ്റ്റുഡൻസിന് ചെയ്യുമ്പോൾ അത് ഈസി ആണ് എന്ന് അവരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അതുപോലെ ഇവിടെ റിനക്കിൽ തന്നെ വോ ഇമിഗ്രൻ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഒരു ഓഫീസുണ്ട്. ദേ ഗീവ് ഫ്രീ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗൈഡൻസ് വിത്തൗട്ട് എനി ഫീ ഫോർ യുവർ TRC. അവിടെ പോയി കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞുതരും ഇന്ന ഡോക്യുമെന്റിൽ വേണം. ആ ഡോക്യുമെന്റ് ചിലതൊക്കെ പോളിഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് അവർ തന്നെ ട്രാൻസ്ലേറ്റും ചെയ്തു. അങ്ങനത്തെ ഹെൽപ്പൊക്കെ ഉണ്ട്. പിന്നെ കാര്യപ്പണി, സോറി നീ പറഞ്ഞു. ഞാൻ ഈ മാസം ഏപ്രിൽ മാർച്ച് എൻഡിലാണ് ചെയ്തത്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഡേറ്റ്. അതെ. ഇല്ല, ഞാൻ പറയുന്നത് ഹെൽപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഹെൽപ്പും ഗൈഡൻസും ഉണ്ട്. പിന്നെ ഓരോ വക്കീലിനെ ഏജൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തോളൂ. ലൈക്ക് യു ഹാവ് ടു പേ മിനിമം 1,500 zloty to 2,000 zloty. അത് എന്തായാലും ഇറങ്ങി പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡിംഗ് അതെ ആപ്ലിക്കേഷൻ ഫോമും ഫോട്ടോ, ദെൻ നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു ടിക്കറ്റ് ഫെയർ ഒക്കെ കൂടെ ചേർത്തൊരു 450 zloty നിൽക്കും. 500 zloty വെച്ചു. വേറെന്തെങ്കിലും മൊത്തത്തിൽ പറയാനുണ്ടോ? ഇല്ല, TRCനെ പറ്റി ഇതേ പറയാനുള്ളൂ. വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല. എന്നാലും നമുക്ക് അവസാനിപ്പിച്ചാലോ? ഓക്കെ. ഇത്രയും നമുക്ക് ഉപകാരപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ നിങ്ങൾ അവസാനിപ്പിക്കട്ടെ. ജിങ്കുയ. ബൈ ബൈ.